ബ്രിട്ടനിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നിഷേധിച്ചുകൊണ്ടുള്ള യുകെ ഹോം ഓഫീസിന്റെ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറങ്ങി. ചെറിയ ബോട്ടുകളിലൂടെയോ വാഹനങ്ങളിലൂടെയോ ഒളിച്ച് നിയമവിരുദ്ധമായി എത്തുന്ന കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത് തടയുന്ന പുതിയ മാർഗനിർദ്ദേശം യുകെ ഹോം ഓഫീസ് അവതരിപ്പിച്ചു. 2025 ഫെബ്രുവരി 10 മുതൽ ഈ നിയമം ബാധകമാണ്. അപകടകരമായ രീതിയിൽ യാത്ര നടത്തി യുകെയിലെത്തിയ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്, അത് മുൻപേ എത്തിയവരാണെങ്കിലും. ചെറിയ ബോട്ടുകളിലൂടെയോ റോഡ് മാർഗമുള്ള മറ്റു വാഹനങ്ങളിലോ ഒളിച്ചിരുന്ന് യുകെയിൽ എത്തുന്നവരെയാണ് അപകടകരമായ യാത്രയിലൂടെ യുകെയിൽ എത്തുന്നവർ എന്ന് കണക്കാക്കുന്നത്. എന്നാൽ വാണിജ്യാവശ്യത്തിനായി വരുന്ന വിമാനങ്ങളിൽ എത്തുന്നവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയമം വരുന്നതിന് മുമ്പ് ഏതു വിധേനയും അനധികൃതമായി യുകെയിൽ എത്തുന്നവർക്ക് 10 വർഷം കാത്തിരുന്നാൽ പൗരത്വം ലഭിക്കുന്ന നിയമമാണ് ഇതോടെ ഇല്ലാതായത്. പുതിയ ലേബർ ഗവൺമെന്റ് യുകെയിൽ അധികാരമേറ്റതോടെ അനധികൃതമായി യുകെയിൽ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ഇത് ഗവൺമെന്റിന്റെ ജനപിന്തുണ വല്ലാതെ കുറയ്ക്കുന്നതിനും കാരണമായി. 2024 ജൂലൈ മുതൽ 2025 ഫെബ്രുവരി 6 വരെയുള്ള കണക്കുകൾ എടുത്താൽ ഈ കാലയളവിൽ ഏകദേശം 25,000 പേർ അനധികൃതമായി യുകെയിലെത്തി. ഇത് ലേബർ ഗവൺമെന്റിന്റെ ജനപിന്തുണ വളരെയധികം കുറയ്ക്കുകയും ഗവൺമെന്റിന് സമ്മർദ്ദമേറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28% വർധനവാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. 2018 ശേഷം ഏറ്റവും ഉയർന്ന കണക്കാണിത്. എന്നാൽ ഈ നിയമത്തിനെതിരെ അഭയാർത്ഥി അഭിഭാഷക ഗ്രൂപ്പുകളിൽ നിന്നും ലേബർ പാർട്ടിയുടെ തന്നെ എംപിമാരിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. ലേബർ പാർട്ടിയുടെ എംപിയായ സ്റ്റെല്ല ക്രിസി ഈ നയത്തെ അപലപിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിൽ ഒരാൾക്ക് അഭയാർത്ഥി പദവി നൽകിയാൽ അവർക്ക് പൗരത്വത്തിലേക്കുള്ള വഴിയും ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അഭയാർത്ഥി കൗൺസിലിന്റെ സിഇഒ എൻവർ സോളമൻ പറഞ്ഞത്, ഇത് യുക്തിക്ക് നിരക്കാത്ത തീരുമാനമാണെന്നും അഭയാർത്ഥികൾ അവരുടെ പുതിയ കമ്മ്യൂണിറ്റികളിലേക്ക് ഒത്തുചേരുന്നതിനും സംഭാവനകൾ നൽകാനും ബ്രിട്ടീഷ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അതിനാൽ തന്നെ ബ്രിട്ടീഷ് സർക്കാർ ഈ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. യുകെ ഹോം ഓഫീസ് ഈ മാറ്റത്തെ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അവർ പറയുന്നത്, നിയമവിരുദ്ധമായി യുകെയിൽ എത്തുന്നവർക്ക് പൗരത്വം നിഷേധിക്കാൻ നിലവിലുള്ള നിയമങ്ങൾ തന്നെ സർക്കാരിനെ അനുവദിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ നയമാറ്റത്തെ പുനഃപരിശോധിക്കേണ്ട കാര്യമില്ലെന്നും അവർ വാദിക്കുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ലേബർ സർക്കാർ പ്രതിജ്ഞയെടുക്കുകയും ഭരണകൂടം ഒരു ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് സ്ഥാപിക്കുകയും കള്ളക്കടത്തുകാരുടെ പ്രവർത്തനം തടയുന്നതിന് പുതിയ അധികാരങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഘങ്ങളെ തിരിച്ചറിയുകയും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഫോൺ ഉപയോഗം, അവരുടെ യാത്ര എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന നടപടികളും ത്വരിതഗതിയിലാക്കാൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം തിങ്കളാഴ്ച പാർലമെന്റിൽ ഗവൺമെന്റിന്റെ ബോർഡർ സെക്യൂരിറ്റി അസൈലം ഇമിഗ്രേഷൻ ബിൽ ശക്തമായ പിന്തുണയോടെ പാസായി. ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിന് പോലീസിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നതും ശക്തിപ്പെടുത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്. പുതിയ ഹോം ഓഫീസ് മാർഗനിർദ്ദേശത്തോട് കൺസർവേറ്റീവ് പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും പുതിയ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസം ലഭിക്കുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നതിനായി പൗരത്വ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള പദ്ധതികൾ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെഡനോക്ക് അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു. ലോകത്താകമാനം കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുമ്പോൾ ഈ പുതിയ നയമാറ്റം യുകെയുടെ സമീപകാല ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെ കൊണ്ടുവന്നു. ഇത് ബ്രിട്ടനിൽ അഭയം തേടുകയും പിന്നീട് പൗരത്വം നേടിയെടുക്കുന്നതിനും വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടിയേറ്റക്കാരുടെ ഭാവി പുനർനിർണയിക്കാൻ സാധ്യതയുണ്ട്.